വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രവർത്തന രംഗത്ത് എല്ലാ തലത്തിലും ഡിജിറ്റലൈസേഷൻ നടത്തുവാൻ KSRTCക്ക് സാധിച്ചുവെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ 90 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലോ ലെവൽ 2 ബ്ലോക്കിന്റെ ഉദ്ഘാടനവും 5 കോടി രൂപയുടെ രണ്ടാം ഘട്ട പ്രവൃത്തികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് CH സെന്ററിന്റെ കീഴിൽ ഇത്തവണയും റംസാൻ റിലീഫ് പദ്ധതിക്ക് തുടക്കമായി. അത്താഴ വിഭവ വിതരണോദ്ഘാടനം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA നിർവഹിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്കാണ്. ഒരു കാലത്ത് വലിയ ശോചനീയ അവസ്ഥയിൽ കിടന്നിരുന്ന മലപ്പുറം KSRTC ഡിപ്പോയ്ക്ക് ഇന്ന് വലിയ ശാപമോക്ഷമായിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിക്കുകയുണ്ടായി. പ്രവർത്തന രംഗത്ത് എല്ലാ തലത്തിലും ഡിജിറ്റലൈസേഷൻ നടത്തുവാൻ KSRTCക്ക് സാധിച്ചുവെന്നും KSRTCയിലെ ആധുനികവൽക്കരണം ആദ്യം നടപ്പിലാക്കിയത് മലപ്പുറം ബസ് സ്റ്റേഷനിലാണെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. മലപ്പുറം KSRTC ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ 90 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലോ ലെവൽ 2 ബ്ലോക്കിന്റെ ഉദ്ഘാടനവും 5 കോടി രൂപയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും മലപ്പുറം KSRTC ഡിപ്പോയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. KSRTCയിൽ പരമാവധി പേർക്കും പ്രൊമോഷൻ നടപ്പിലാക്കും. മെക്കാനിക്കൽ, ഡ്രൈവർ, കണ്ടക്ടർ വിഭാഗങ്ങളിലുള്ളവർക്കെല്ലാം പ്രൊമോഷൻ നൽകും. അടുത്ത ദിവസം തന്നെ ഇതു സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകും. അതിനുള്ള നിർദ്ദേശം KSRTC CMDക്ക് നൽകി കഴിഞ്ഞു. KSRTCയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 31 ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങും. ഇതിൽ 23ാമത് ഡ്രൈവിംഗ് സ്കൂൾ അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറത്ത് നിന്നും ബംഗളൂരുവിലേക്ക് AC ബസ് സർവീസ് ആരംഭിക്കും. പഴയ വണ്ടി മാറ്റി മലപ്പുറത്ത് നിന്നും ഊട്ടിയിലേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിക്കുമെന്നും മലപ്പുറം നഗരസഭയിൽ പിങ്ക് ബസ് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രമോദ് ശങ്കർ CMD ആയിട്ട് വരുമ്പോൾ 1450 വണ്ടി വരെ ഒരു ദിവസം ഷെഡിൽ കിടക്കായിരുന്നു. ഇപ്പോൾ പരമാവധി കിടക്കുന്നത് 450, 420, 430, ഇങ്ങനെ അത്രയും വണ്ടി മാത്രമേ അകത്തുള്ളൂ. ബാക്കി മൊത്തം വെളിയിലുണ്ട്. നിങ്ങളിപ്പോൾ റോഡിൽ പോയി കഴിഞ്ഞാൽ പണ്ട് KSRTC ബസ് വല്ലപ്പോഴും കാണാൻ പറ്റും, ഇപ്പോൾ എപ്പോഴും കാണാം. എല്ലാത്തിനും ആളുമുണ്ട്. കാരണം ജനങ്ങളെ ആകർഷിച്ചത് നമ്മളൊരു നല്ല കാര്യത്തിലൂടെയാണ്. കാരണം ജനങ്ങളെ ആകർഷിച്ചത് നല്ല ഹോട്ടലുകളിൽ അക്രഡിറ്റ് ചെയ്തു. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റ് പണിയാൻ നോക്കിയിട്ട് സമ്മതിക്കില്ല, നമ്മൾ ക്യാൻറ്റീൻ കൊടുക്കാൻ സമ്മതിക്കില്ല, കുഴപ്പങ്ങളുണ്ടാക്കണം. അതുകൊണ്ട് റോഡ് സൈഡിലുള്ള നല്ല റെസ്റ്റോറൻറ്റുകളിൽ 2 വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ ലേഡീസിന് 2 ടോയ്ലറ്റും ജെൻസിന് 2 ടോയ്ലറ്റും നല്ല ഹൈജീനിക് കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ ഒരു കമ്മിറ്റി പോയി പരിശോധിക്കും. ഈ കമ്മിറ്റി പോയി പരിശോധിച്ച് ഫിക്സ് ചെയ്താലും ഓരോ 3 മാസം കൂടുമ്പോഴും ഈ കമ്മിറ്റി വീണ്ടും ഹോട്ടലുകൾ പരിശോധിക്കും. പരിശോധിച്ചിട്ട് നല്ല ഫുഡ് കൊടുക്കുന്ന നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അവിടെ വേറെ ഒന്നുമില്ല, ഞങ്ങൾക്കൊരു പൈസയും തരണ്ട, ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവർ നിർത്തി കൊടുക്കും. അത് പണ്ടൊരു രഹസ്യ പരിപാടിയായിരുന്നു, അത് ഞങ്ങൾ പരസ്യമാക്കി. അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. രഹസ്യമായിട്ട് കള്ളത്തരം കാണിക്കുന്നതിനേക്കാൾ നല്ലത് സത്യസന്ധമായിട്ട് പറയാം, ഡ്രൈവറും കണ്ടക്ടർക്കും ഫുഡ് കൊടുക്കുക നിങ്ങൾ ഫ്രീ ആയിട്ട്. വേറെ KSRTCക്ക് ഒന്നും തരണ്ട, ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. കാരണം വണ്ടി എവിടെ വന്നു എന്നറിയാൻ വേണ്ടി മാത്രം.
അപ്പം ജീവനക്കാരെ സംബന്ധിച്ച് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രൊമോഷൻ തന്നിട്ടേ ഞാൻ ഇലക്ഷനിലേക്ക് പോകുള്ളൂ എന്ന് ജീവനക്കാർക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. മെക്കാനിക്കൽ വിഭാഗത്തിലും കണ്ടക്ടർ, ഡ്രൈവർ എല്ലാവരും ഒരു പ്രൊമോഷൻ്റെ സാധ്യതകൾ ഞാൻ തരും. അതിനുള്ള തീരുമാനം ഇന്ന് രാവിലെ മലപ്പുറത്ത് വെച്ച് ഞാൻ CMDക്ക് കൊടുത്തു കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ അദ്ദേഹം അതിൻ്റെ ഉത്തരവ് പുറത്തിടിയിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ ശമ്പളം വർദ്ധിപ്പിച്ചു തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, DA കൂട്ടി തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങനെ മെച്ചപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ മാസമൊക്കെ ഏതാണ്ട് 134 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ഓടി നിൽക്കുകയാണ്. അപ്പോൾ ശമ്പളം സർക്കാർ തരുന്ന പൈസ കൂടി ചേർത്തുകൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് ഭയങ്കരമാണ്, അതിന് പലിശ ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ടാണ് പല ചെലവുകളും വെട്ടി കുറയ്ക്കുന്നത്. പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രമോദ് ശങ്കർ IOFS സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ VR വിനോദ്, മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ റഫീഖ്, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ MV അനസ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് അനിൽ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല, RTO B ഷഫീഖ്, മലപ്പുറം നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ ഹാരിസ് ആമിയൻ, പ്രതിപക്ഷ നേതാവ് അനിൽകുമാർ, വാർഡ് കൗൺസിലർ നജ്മ B, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, KSRTC ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു. മന്ത്രി എന്ന നിലയിൽ KSRTCയെ നവീകരിക്കുവാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കേരളത്തിൽ ആദ്യ രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി നിർമ്മാണോദ്ഘാടനം KSRTC എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 150-ലധികം പുതിയ നിയമനങ്ങൾ ഉടൻ KSRTCയിൽ ഉണ്ടാകും. ഒഴിവുകൾ അപ്പോൾ തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും നിയമനം നടത്തുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ നൽകുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിന് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇത് പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ 200 കോടി രൂപ KSRTC കേരള സർക്കാരിന് സബ്സിഡിയായി കിട്ടും. ഈ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി തുടങ്ങി എന്ന് പറഞ്ഞ് ഏതാണ്ട് 19 കോടി രൂപ ആദ്യം തന്നെ വാങ്ങിച്ചു. അതാർക്കും പ്രയോജനപ്പെട്ടില്ല. അത് PWDക്ക് എടുത്തു കൊടുത്തു. ഇത്തവണ ഒരു 60 കോടി കിട്ടും എന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ധനകാര്യ വകുപ്പിന് കത്തെഴുതി. ഇത്തരത്തിൽ കിട്ടുന്ന പൈസ ട്രാൻസ്പോർട്ട് വകുപ്പിന് തന്നെ വേണം, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് പോലുള്ള വകുപ്പുകൾ സ്ക്രാപ്പ് ചെയ്യുന്ന വണ്ടിക്ക് ഇത് കൊടുക്കണം. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുള്ള റേഷ്യോ, KSRTC ഇത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റേഷ്യോ അനുസരിച്ച് ഇത് വിഭജിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC 21 കോടി രൂപ കിട്ടി. ആ 21 കോടി രൂപ കൊടുത്താണ് KSRTC ഈ എയർ കണ്ടീഷൻ ചെയ്തതും ആധുനികമായ വണ്ടികളുടെ അഡ്വാൻസ് കൊടുത്തതും വാങ്ങിക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം കിട്ടിയത്. ഇത്തവണ കഴിഞ്ഞ തവണ ഒരു പൈസയും കിട്ടാതെ പോയി. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പൈസ വരുന്നുണ്ട്, തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ 21 കോടിയോളം നമുക്ക് കിട്ടി. ആ 21 കോടി രൂപ കൊടുത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളെല്ലാം വാങ്ങി തുടങ്ങിയത്. ഇനിയുള്ള വർഷങ്ങളിലും അത് ലഭിക്കും. ആദ്യ വർഷം കിട്ടിയപ്പോൾ ഇതെന്തിനു കിട്ടിയതാണെന്ന് മനസ്സിലായില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് PWD വകുപ്പിൽ അങ്ങ് കൊടുത്തു. അതെന്തിനെന്ന് ആർക്കും മനസ്സിലായില്ല. വണ്ടി സ്ക്രാപ്പ് ചെയ്ത് കിട്ടിയ പൈസ, ആ വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്ന പൈസ വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നവർക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൊടുക്കണം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് 10 വണ്ടി സ്ക്രാപ്പ് ചെയ്താൽ അതിനനുസരിച്ചുള്ളൊരു പെർസെൻറ്റേജ് അവർ കൊടുത്താൽ സർക്കാർ പണം ചെലവാക്കാതെ വണ്ടി വാങ്ങാൻ പറ്റും. ചടങ്ങിൽ KT ജലീൽ MLA അധ്യക്ഷത വഹിച്ചു. KSRTC മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PS പ്രമോദ് ശങ്കർ സ്വാഗതം പറഞ്ഞു. RVSFന്റെ ലോഗോ മന്ത്രി KB ഗണേഷ് കുമാർ പ്രകാശനം ചെയ്തു. KT ജലീൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ ചെലവിൽ എടപ്പാൾ KSRTC ഡിപ്പോയിൽ നിർമ്മിച്ച യാർഡും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി KSRTC ജീവനക്കാരന്റെ അസുഖബാധിതനായ മകന്റെ ചികിത്സാർത്ഥം ജീവനക്കാർ സ്വരൂപിച്ച 9.5 ലക്ഷം രൂപയുടെ ചെക്കും മന്ത്രി ചടങ്ങിൽ കൈമാറി. KSRTCയും സിംകോ RVSF പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി നടപ്പിലാക്കുന്ന RVSF എടപ്പാളിൽ യാഥാർത്ഥ്യമാകുന്നതോടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾക്ക് പുറമെ പൊതുജനങ്ങൾക്കും കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങളോടെ പഴയ വാഹനങ്ങൾ ഇവിടെ പ്രകൃതി സൗഹൃദമായി സ്ക്രാപ്പ് ചെയ്യുവാൻ സൗകര്യമുണ്ടാകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R ഗായത്രി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TP ശ്രീജിത്ത്, വാർഡ് മെമ്പർമാരായ CV സന്ധ്യ, PK ദേവി,
സിംകോ RVSF പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ബിനു കൃഷ്ണൻ, സന്ദീപ് കൃഷ്ണൻ, ഫാസിൽ ഹബീബ്, KSRTC വർക്ക്സ് മാനേജർ VK സന്തോഷ് കുമാർ, വിവിധ യൂണിയൻ പ്രതിനിധികൾ, KSRTC മോട്ടോർ വാഹന വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന CH സെന്ററിന്റെ കീഴിൽ ഇത്തവണയും റംസാൻ റിലീഫ് പദ്ധതിക്ക് തുടക്കമായി. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെയും ചേതന ക്യാൻസർ സെന്ററിലെയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള നോമ്പുതുറ വിഭവങ്ങളുടെയും അത്താഴത്തിന്റെയും വിതരണോദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA നിർവഹിച്ചു. ഇതൊരു വലിയ പ്രവൃത്തിയായിട്ടൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ആതുരാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് CH സെന്ററും അതുപോലെ തന്നെ ഷിയാബ്തങ്ങൾ സെന്ററൊക്കെ പ്രവർത്തിക്കുന്നത്. ആ സെന്ററുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഇവിടെ വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. CH സെന്റർ ചെയർമാൻ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു. വണ്ടൂരിലെ സുമനസുകൾ, വിവിധ രാജ്യങ്ങളിലെ KMCC കമ്മിറ്റികൾ, വിവിധ സ്ഥാപനങ്ങൾ, SSLC ബാച്ച് കൂട്ടായ്മകൾ, നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. കൺവീനർ KT നൂറുൽ ഹസൻ, PA മജീദ്, VAK തങ്ങൾ, NM നസീം, MT അലി നൌഷാദ്, ഷൈജൽ എടപ്പറ്റ, നിഷാദ് എടപ്പറ്റ, MK നാസർ, അസീസ് ഹാജി, CT ചെറി, P ഖാലിദ്, M ഹനീഫ, ജിഷാദ് കോക്കാടൻ, അഡ്വക്കേറ്റ് ഷബീബ് റഹ്മാൻ, അഷീം എടപ്പറ്റ, ഇബ്രാഹിം കുന്നുമൽ, T സിറാജ്, ഖദീജ തോപ്പിൽ, N അസീന, MK കമറുസമാൻ, അജ്ന സിയാദ്, മാനു എമങ്ങാട്, CT ഷാഹുൽ, A രാഘവൻ, സിദ്ദീഖ് പത്തായത്തൊടി എന്നിവർ പ്രസംഗിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് പ്രസിഡന്റ് സുമാ താരിയൻ ഉദ്ഘാടനം ചെയ്തു. തിരുവാലി പഞ്ചായത്തിലെ ഈ ഭരണസമിതിയുടെ ഉദ്ദേശം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, നമ്മുടെ മേഖലയിലുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയും വനിതകൾക്ക് വേണ്ടിയിട്ടും അതിലുപരി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടും കൃഷിയിടങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അംഗനവാടി, ഹരിതകർമ്മസേന, മറ്റു കാര്യങ്ങളൊക്കെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ വിനീത് പദ്ധതിയുടെ കരട് പ്രകാശനവും അവതരണവും നടത്തി. ചടങ്ങിൽ മുൻ പ്രസിഡന്റുമാരെ ആദരിച്ചു. TP ഗോപാലകൃഷ്ണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K സുരേഷ്, M മോഹൻദാസ്, VA ഇബ്നു കഥീർ, CT കരീം, നാരായണൻ, സുരേഷ് പടിയൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാമൻകുട്ടി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, വാർഡ് അംഗങ്ങൾ, AS അബ്ദുൾ സമദ് എന്നിവർ സംബന്ധിച്ചു. നിലമ്പൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊലപ്പെടുത്തി. വിവിധ ഡിവിഷൻ പരിധികളിലുള്ള പ്രദേശങ്ങളിൽ നിന്നായി 33ഓളം കാട്ടുപന്നികളെയാണ് വെടിവെച്ച് കൊന്നത്. നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഫോറസ്റ്റ് അനുമതിയുള്ള ഷൂട്ടറിന്റെ സഹായത്തോടെ മുതിരി, തെക്കുംപാടം, മാങ്കുത്ത്, ഈയമ്മട, മുതുകാട്, പാത്തിപ്പാറ, ചാരംകുളം തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 4 ദിവസങ്ങളിലായാണ് 33ഓളം കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത്. കൊല്ലപ്പെട്ട കാട്ടുപന്നികളുടെ ജഡം നടപടിക്രമങ്ങൾ പാലിച്ച് ഫോറസ്റ്റിന്റെ പനയങ്ങോട് വനത്തിൽ സംസ്കരിച്ചു. സ്ക്വാഡിന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലി നേതൃത്വം നൽകി. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 1 വിനോദ് K, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു DV, ഷൂട്ടർ അഹമ്മദ് നിസാർ എന്നിവർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. സർക്കാർ ഉത്തരവുകൾ പ്രകാരം കൃഷിനാശം വരുത്തുന്ന ശല്യക്കാരായ കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തികൾ തുടരുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവർ പറഞ്ഞു. അഡ്വക്കേറ്റ് ജബി മേത്തർ MP പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച അത്താണിക്കൽ പൊതുശ്മശാനം റോഡ്, 15 ലക്ഷം രൂപ ചെലവിൽ പൂർത്തീകരിച്ച ശാന്തി നഗർ, മുജാഹിദ് പള്ളി റോഡ് എന്നിവ ഉദ്ഘാടനം നടന്നു.
AP അനിൽകുമാർ MLA ആണ് റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ആലിപ്പറ്റ ജമീല, KT അജ്മൽ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ KM പ്രസീദ, പ്രസന്ന സി, സിറാജ് തുള്ളിശ്ശേരി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT ജബീബ് സുക്കീർ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർമാരായ മാളിയേക്കൽ രാമചന്ദ്രൻ, സലാം എമങ്ങാട്, അബ്ദുൽ കരീം പള്ളിയാളി, സുധീഷ് അത്താണിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വേഗം തിരിച്ചു വരാം. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനിനെ വരവേറ്റുകൊണ്ട് SYS വണ്ടൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ കർമ്മ പദ്ധതികൾക്ക് തുടക്കമായി. ഇഫ്താർ ഖൈമ എന്ന പേരിൽ യാത്രക്കാർക്കും നോമ്പ് തുറക്കുവാൻ പ്രയാസപ്പെടുന്നവർക്കും ആശ്വാസമായി നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുക എന്നതാണ് ഇഫ്താർ ഖൈമയിലൂടെ ലക്ഷ്യമിടുന്നത്. വണ്ടൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്തൊരുക്കിയിട്ടുള്ള പ്രത്യേക പവലിയനിലാണ് ഈ സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സോൺ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സഖാഫി മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. സോൺ ഭാരവാഹികളായ ജഫർ പത്തിരിയാൽ, ഫൈസൽ സഖാഫി, അസർ സഖാഫി, നാസർ ചമ്പ്രശ്ശേരി, റഫീഖ് എറിയാട് എന്നിവർ സംബന്ധിച്ചു. വണ്ടൂർ ടൗണിലെത്തുന്ന യാത്രക്കാർക്കും മറ്റും ആശ്വാസമായി SKSSFന്റെ നേതൃത്വത്തിൽ ഇഫ്താർ ടെന്റ് പ്രവർത്തനം ആരംഭിച്ചു. വണ്ടൂർ മേഖല വിഖായയുടെ നേതൃത്വത്തിലാണ് 5ാം വർഷവും ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇഫ്താർ ടെന്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ നിർവഹിച്ചു. SKSSFന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ടൗണിൽ 5 വർഷത്തിലേറെയായി ഇഫ്താർ സംഗമം നടത്തി വരികയാണ്. ഈ വർഷവും നല്ല രീതിയിൽ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഈ നടന്നുന്നത്. ഇത് 5 വർഷവും കൊണ്ടു നടക്കുന്ന ഭാരവാഹികൾക്കും അതിൻ്റെ സംഘാടകർക്കും നല്ലൊരു ആശംസ പറയുന്നതോടുകൂടി നല്ലവരായ എല്ലാ ജനങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്തട്ടെ എന്ന് പറയുന്നു. നോമ്പ് തുറക്കുവാൻ വിഭവങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന വഴിയാത്രക്കാർക്ക് ഈ പദ്ധതി വലിയൊരു അനുഗ്രഹമാണ്. പഞ്ചായത്ത് അംഗം CT ചെറി, ഉബൈദുള്ള ഫൈസി, SKSSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി സ്വാലിഹ് മാസ്റ്റർ,
കബീർ സാഹിബ്, ജിഷാദ് കോക്കാടൻ, വിഖായ കൺവീനർ തൈക്കുദ്ദീൻ വാഹിദ്, CT നവാസ്, ഇർഫാൻ, മാജിദ്, ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും വിഖായ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഇഫ്താർ ടെന്റ് സജീവമായി പ്രവർത്തിക്കും. വഴിക്കടവ് മരുത ഗവൺമെന്റ് ഹൈസ്കൂളും നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി പരിശീലനം പൂർത്തിയാക്കിയ 88 കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു. GHSS മരുതയുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ ഒരു പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത്. ചടങ്ങിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധൻജയൻ ദാസ് VV കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HM രാജേഷ് കുമാർ T കേഡറ്റുകൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. GHSS മരുതയിലെ HM ഇൻചാർജ് ജുനൈസ് MT സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് റംല നെയ്തക്കൂടൻ, വാർഡ് മെമ്പർമാരായ റുബീന, പാത്തുമ്മ ഇസ്മായിൽ എന്നിവർ ആശംസകൾ നേർന്നു. വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ മുജീബ് P, സുകേഷ്, ഗീത V, പ്രസീത PC, PTA പ്രസിഡന്റുമാരായ സജീർ PT, സുൽഫീക്കർ M, CPOമാരായ മുസാഫർ ബാബു, ദിവ്യരാജ്, കൃഷ്ണേന്ദു P, കവിത KS, കുഞ്ഞാലൻ എന്നിവർ പങ്കെടുത്തു. മമ്പാട് അൽ മനാർ സ്കൂളിൽ മെഗാ എക്സിബിഷൻ നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ഇത് കൂടുതൽ ജനകീയമായിട്ട് ജനങ്ങൾക്ക് ഇത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുവഴി രംഗത്തിലൂടെ ഒരു വരുമാനത്തിലൂടെ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നുകൂടി നമ്മളിതിന്റെ തുടക്കമായി കണ്ട് ഇത് വളരെ വിപുലമായി കൊണ്ട് നടത്താനുള്ള ഒരു സംവിധാനം നമുക്കൊക്കെ കൂടി നിർമ്മിച്ചിട്ടുണ്ടാകണം. പരിപാടിയിൽ സമീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് TC അബ്ദുൾ സമദ് മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ അൻവർ ആശംസകൾ നേർന്നു. റംഷീദ് ചന്തക്കുന്ന്, ഹംസ മാസ്റ്റർ മണലായ എന്നിവർ എക്സിബിഷന് നേതൃത്വം നൽകി. ഹഷീം മുഹമ്മദ് നന്ദി പറഞ്ഞു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവർത്തന രംഗത്ത് എല്ലാ തലത്തിലും ഡിജിറ്റലൈസേഷൻ നടത്തുവാൻ KSRTCക്ക് സാധിച്ചുവെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ 90 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലോ ലെവൽ 2 ബ്ലോക്കിന്റെ ഉദ്ഘാടനവും 5 കോടി രൂപയുടെ 2ാം ഘട്ട പ്രവർത്തികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് CH സെന്ററിന്റെ കീഴിൽ ഇത്തവണയും റംസാൻ റിലീഫ് പദ്ധതിക്ക് തുടക്കമായി. അത്താഴ വിഭവ വിതരണോദ്ഘാടനം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി P അബ്ദുൾ ഹമീദ് MLA നിർവഹിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ നിർവഹിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.